ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ശിവാനി സച്ചമ്മ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ കുറച്ച് സാരിയായിട്ട് കാണിച്ചു തരാൻ വരുന്നതാണ്. ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ച് സാരി ഷാർജയിലേക്ക് കൊണ്ടുവന്നിന്. അത് ഇവിടുന്ന് ഉടുക്കാനൊന്നും പറ്റിയില്ല. എന്നാലും അതൊന്ന് നിങ്ങളെ കാണിച്ച് തന്നു കഴിഞ്ഞാൽ അത് എനിക്ക് ഉടുക്ക പോലെ ആയി. നാട്ടിൽ നിന്നാണെങ്കിൽ നമ്മൾ എല്ലാ കല്യാണത്തിന് പിന്നെ കുട്ടികളെ എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ എല്ലാം നമ്മൾ സാരി ഉടുത്തിട്ടല്ലേ പോവാം. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഉടുക്കാൻ ഇഷ്ടം സാരിയാണ്. ഇവിടെ സാരി ഉടുത്ത് പോകുമ്പോൾ മക്കൾ പറയും സാരി ഉടുത്ത് പോകുന്ന ചുരിദാർ ഇടുന്നത്. അപ്പോൾ ഞാൻ ഉള്ള സാരി വെച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു. ഇതാണ് എൻ്റെ സാരി, ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഇത് ഇത്രയാണ്. ഞാൻ ഇവിടുന്ന് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് കൂടാണ്ട് ഇവിടുന്ന് ഞാൻ വാങ്ങിപ്പിച്ചേ കുട്ടികളോട്. കാരണം സാരി കണ്ടാൽ പിന്നെ ഒരു സമാധാനം കിട്ടൂല. അതൊന്ന് വാങ്ങിയേ എനിക്ക് ഇതുണ്ടാവും. അത് എത്ര ഉണ്ടായാലും എന്നെ പറയും, ചീത്ത പറയും, പിന്നെ നിങ്ങൾ സാരി വാങ്ങുന്നത്. എന്നാലും സാരി വാങ്ങൽ എന്ന് പറഞ്ഞാൽ അതൊരു ഹരാന്ന്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാരി ഞാൻ കാണിച്ചത് നിങ്ങൾക്ക്. പിന്നെ കണ്ട ഇതും ഇത് മുന്താണിയാണ്. വയലറ്റ് കളർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. പിന്നെ നമ്മൾ ഈ പട്ടുസാരിക്കെല്ലാം സാധാരണ ചെണ്ടൊക്കെ കെട്ടി നല്ല ഒരു ഭംഗിയാക്കും. എന്നാലാണ് അതൊരു നമുക്ക് ഉടുത്തു കഴിഞ്ഞാലുള്ള ഒരു ഭംഗി ഉണ്ടാവാം. പക്ഷെ ഇന്നത്തെ കുട്ടികളൊന്നും ഇങ്ങനത്തെ കൊടുക്കൂല. അവരെല്ലാം എന്ന് പറഞ്ഞാൽ നല്ല പിന്നെ ഫംഗ്ഷന് കൊടുക്കാൻ പറ്റുന്ന നേരെ സാരിയില് അതെല്ലാം അവരെടുക്കുക. പക്ഷെ നമുക്കെല്ലാം ഈ പട്ടു സാരിയോട് ഭയങ്കര ഇഷ്ടമാണ്. അടുത്ത സാരി ഇതാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് നാട്ടിൽ നിന്ന് വാങ്ങിച്ചതോ ഇവിടെ ഷാർജയിൽ നിന്ന് വാങ്ങിച്ച സാരിയൊന്നുമല്ല. ഇതെനിക്ക് പോകുന്നത് എൻ്റെ മരുമകളാണ് സാരിയാണ്. കാരണം ഈ സാരി ഉടുത്ത് നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും പോവാം. പട്ടു സാരി ഉടുത്താൽ നമ്മൾ പിന്നെ ഒരു കല്യാണ ഫംഗ്ഷൻ വരുമ്പോഴല്ലേ നമ്മൾ പട്ടു സാരി ഉടുക്കും. ഇത് ഉടുക്കുമ്പോൾ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും പിന്നെ പോവാം. അപ്പോൾ ഇതൊരു നല്ലൊരു കോമ്പിനേഷൻ. കാരണം ബ്ലൂ ഒരു സിൽവർ കളറിലായിട്ടില്ല, നല്ല നമ്മൾ ഉടുത്തു കഴിഞ്ഞാലേ സാധാരണ നിലയിൽ ഇപ്പോഴത്തെ പെൺകുട്ടികൾ ഏകദേശം ഇതേപോലത്തെ സാരിയാണ് ചൂസ് ചെയ്യുന്നത്. ഞാൻ അധികവും കുട്ടികൾ ഇങ്ങനത്തെ ഉടുത്തിട്ട് കാണും. ഈ സാരീന്റെ പല്ലു എന്ന് പറഞ്ഞാൽ ഈ മഹാരാഷ്ട്രയിൽ നിന്ന് ഉള്ളവര് നല്ല അവര് സാരി ഉടുക്കുന്നത് ഇങ്ങനെ ആക്കിയിട്ടാണ് ഉടുക്കുക. അപ്പൊ ഈ ഇവിടെ ഇങ്ങനെ വരുമ്പം ഈ പല്ലു നല്ല ഭംഗി ഉണ്ടാവും. അവിടുത്തെ സാരി എന്ന് പറഞ്ഞ ഒരു പ്രത്യേകതരം സാരികളാണ്. ഈ മഹാരാഷ്ട്രക്കാരും പിന്നെ ഈ അവിടെ എന്ന് പറഞ്ഞാൽ രാജസ്ഥാനികള് മറാഠികൾ അവരെല്ലാം ഉടുക്കുന്ന സാരികൾ എന്ന് പറഞ്ഞാൽ അത്ര നല്ല ഭംഗിയുള്ള ഇങ്ങനെയാണ് എന്താണ് ഇടുക. അപ്പൊ ഇതിന്റെ ഈ പൂവും ഇതെല്ലാം നല്ല ഭംഗിയായിട്ട് കാണും. അവരിങ്ങനെയാണ് ഉടുക്കുക. നല്ല ഭംഗിയില്ലേ കാണാൻ ഇങ്ങനെ ഉടുക്കുമ്പോൾ. ഇത് നോക്കട്ടെ. അടുത്ത സാരി ഇതാ ബോട്ടിൽ ഗ്രീൻ ആണ്. നമ്മൾ ഏകദേശം ഒരു ഷിഫോൺ എന്ന് പറയും. പക്ഷെ ഈ സാരി എന്ന് പറഞ്ഞാലില്ലേ എൻ്റെ ഫേവറേറ്റ് കളറാണ്. എനിക്ക് എത്ര ഞാൻ ഈ കളർ ഉണ്ടായാലും ഞാൻ അത് ഷോപ്പിൽ പോയാലും ഇതായിരിക്കും എനിക്ക് ആദ്യം ഇങ്ങനത്തെ കളറേ കാണും. എന്നോട് പറയും ഇത് മാറ്റി എന്ന് പറയും. പക്ഷെ ഈ കളറോട് എനിക്ക് മാത്രമായാലും എനിക്ക് മതി വരില്ല. അങ്ങനെയുള്ള ഒരു കളർ സാരിയാണിത്. പക്ഷെ ഈ സാരി എന്ന് പറഞ്ഞാൽ നമ്മളിത് ഈ നാട്ടിൽ നിന്നൊന്നും വാങ്ങിച്ച സാരിയല്ല. ഇവിടുന്ന് ഷാർജയിൽ നിന്നായാലും നമ്മൾ കണ്ണൂരിൽ നിന്നായാലും വാങ്ങിച്ചാൽ ഇത് ബോംബെയിൽ നിന്ന് എനിക്ക് മോള് കൊണ്ടുവന്ന സാരിയാണ്. പക്ഷെ ഇതുവരെ ഉടുത്തിനില്ല. അതിന് ഞാൻ എന്തായാലും എനിക്ക് ഉടുക്കണമെന്നുണ്ട്. ഇവിടെ തന്നെ ഉടുക്കാനുണ്ട്. പക്ഷേ ഇവിടെ ഒരു സ്ഥലത്തും പോകും ഈ സാരിയൊന്നും ഉടുക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഇത് ഉടുത്തു പോകുക? എന്നാലും ഞാനിനി ഇന്ന് ഇത് ഉടുത്തു പോകണമെന്ന് എനിക്കൊരാഗ്രഹം. ഈ സാരി എന്ന് പറഞ്ഞാൽ എത്ര പഴകിയാലും ഇതിനൊരു പുത്തൻ തോന്നും. അങ്ങനെയുള്ള ഒരു സാരിയാണ്. ഇതിന്റെ മുന്താണി എന്ന് പറഞ്ഞാൽ ഇതാണ് മുന്താണി വരിക. ഇതാണ് മുന്താണി കണ്ട. അപ്പോൾ നമുക്ക് ഈ മുന്താണി ഉണ്ടാവുമ്പോൾ നമുക്ക് എത്ര ഇതായാലും ഈ സാരി ഉടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു മതിപ്പ് വരും ഈ മുന്താണിക്ക്. ഇത് എവർഗ്രീൻ ഫേവറേറ്റ് ബനാറസ് സാരിയാണ്. ഇത് നമ്മളെ പണ്ടത്തെ ഒരു ബനാറസ് സാരിയാണിത്. നമ്മളെ നമുക്ക് ഇതാണ്ട നമ്മളെ ബോഡിയിൽ വെക്കുമ്പോൾ തന്നെ അതൊരു പ്രത്യേക ഒരു എടുത്തു കാണിക്കുന്ന സാരിയാണ്. സാരി എന്താ ചില ആള് പറയും ഇത് പർപ്പിളിന്, ചില ആള് പറയും ഇത് വയലറ്റിന്. പക്ഷെ ഞാനിത് വയലറ്റ് എന്നാണ് പറയുന്നത്. കാരണം എനിക്ക് വയലറ്റ് എന്ന് പറയാനാണ് ഇഷ്ടം. കാരണം വയലറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനോടൊരു പ്രത്യേക ഒരു മതിപ്പുണ്ട്. വയലറ്റ് എന്ന് പറയുമ്പോൾ ഈ പേർപ്പിൾ എന്ന് പറയുമ്പോൾ ഒന്നും അത് അത്ര അതിനൊരു രസമില്ല. കണ്ട ഇതിന്റെ മുന്താണി കണ്ട നല്ല. ഞാൻ കുറച്ച് സാരിയെ കൊണ്ടുവന്നിട്ടുള്ളൂ. എന്നാലും ഞാൻ ഉള്ള സാരി വെച്ചിട്ടാണ് നിങ്ങൾ കാണിച്ചു തരുന്നത്. ഇതാണ് ഇതിന്റെ കോപ്പർ കളറാണ്. നല്ല ഒരു
സാധാരണ നമ്മൾ പണ്ട് കാലത്തെല്ലാം സാരി വാങ്ങും, നമ്മുടെ അമ്മമാരെല്ലാം സാരി ഇതേപോലത്തെ മോഡലാണ് നമ്മൾ കാണൽ, അതേപോലത്തെ ഒരു മോഡൽ സാരിയാണ് ഇത്. അപ്പോൾ നമ്മൾ ആ പണ്ടത്തെ ആ ഒരു സാരി നമ്മളിങ്ങനെ അമ്മമാരിൽ ഉടുത്തിട്ട് കാണുമ്പം നമുക്ക് ആ ഒരു സാരിയോട് ഭയങ്കര ഒരു ഇഷ്ടം തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സാരി ഞാൻ എടുത്തത്. അടുത്ത സാരി തന്നെ ഇതാ, ഫാൻസി സാരി കണ്ട, ഇത് കണ്ട, ഇതിനൊരു സീക്വൻസ് എല്ലാം പിടിച്ചിട്ടുള്ള ഒരു ഫാൻസി സാരി. അത് ഈ ഇന്നത്തെ കുട്ടികൾക്കെല്ലാം ഉടുക്കാൻ പറ്റുന്ന സാരി തന്നെയാണ്. പക്ഷെ എന്തായാലും ചോദിക്കും നമ്മൾ ഉടുക്കുന്നില്ലേ, നമ്മൾ ഉടുക്കുന്നുണ്ട്, പക്ഷെ അധികം നമ്മളൊരു ചെറിയ പ്രായമുള്ള കുട്ടികളാണ് ഇങ്ങനത്തെ എല്ലാം ഉടുത്തിട്ട്. ഇനിയും കുറേ സാരികൾ ഉള്ള സാരികളുണ്ട്. ഇതാ ഇതൊരു ഗ്രീൻ കളർ സാരിയാണ്. പിന്നെ ഇതാ യെല്ലോവും റെഡും നല്ല ഒരു കോമ്പിനേഷനും വെച്ച സാരിയാണ്. പിന്നെ റെഡ്, ഇതാ വെറും റെഡും ഗ്രീനും, ഇതെല്ലാം ഫേവറേറ്റ് കളറാണ്. എന്തൊരു ഭംഗിയാണ് ഇതിൽ ഉടുത്താലില്ലേ, അത്ര നമ്മൾ ഭംഗിയായിരിക്കും. എത്ര ആൾക്കാർക്ക് ഉടുത്താൽ ഇതെല്ലാം ഈ റെഡും ഈ വൈറ്റ് ഗ്രീൻ, ഈ ഗ്രീൻ എന്നുള്ളത് എന്ന് പറഞ്ഞാൽ അത്രയും ഒരു ഇത് നല്ല ഒരു നമുക്ക് ഓൾറെഡി ഉടുത്താൽ തന്നെ ആ ഒരു നമ്മൾ എങ്ങനെ ഉടുത്താലും അതൊരു ഭംഗിയായിരിക്കും. ഈ റെഡും ഈ ഗ്രീൻ സാരികളാണ് ഞാനിപ്പോൾ ഇവിടെ ഷാർജയിൽ കൊണ്ടുവന്നത്. നാട്ടിൽ കുറേ സാരികളുണ്ട്, പക്ഷെ നാട്ടിൽ പോയാലും നമുക്കെല്ലാം എല്ലാം ഭയങ്കര തിരക്കായിരിക്കും, ഒരുപാട് ഓരോ സ്ഥലത്ത് പോകാനുണ്ടാവും. അപ്പോൾ അതിനൊന്നും ഒരു സമയം ഉണ്ടാവില്ല. ഇവിടെ നിന്നാകുമ്പോൾ നമുക്ക് നല്ല സമയമുണ്ട്, എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഞാൻ നാട്ടിൽ പോയിട്ട് പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള കളക്ഷനുകൾ കാണിച്ചു തരാം. വേണ്ടുന്ന സപ്പോർട്ടും ലൈക്കും കമൻസും എല്ലാവരും ചെയ്യാൻ മറക്കരുത്. എല്ലാം എനിക്ക് തന്നിരിക്കണം. കാരണം കഴിഞ്ഞ ഓരോ വീഡിയോകളിലും എനിക്ക് ഇങ്ങനെ ഓരോരുത്തരും നല്ല നല്ല കമൻസുകൾ ഇടണം, എല്ലാം ഇടുന്നുണ്ട്. അതുപോലെ ഈ വീഡിയോയിലും നിങ്ങളെല്ലാം ചെയ്യണം. ബൈ.